CPM നാളെ മുതൽ മുഖ്യമന്ത്രിയെ തന്നെ കളത്തിലിറക്കി പ്രചരണം ചൂടുപിടിപ്പിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി വരാൻ അല്പം വൈകിയതുകൊണ്ട് ഒരുപടി മുന്നിലാണ് LDF പ്രചരണത്തിൽ. പക്ഷേ UDF ഒപ്പം ഓടിയെത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി 16 ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും പ്രചരണത്തിന് കിട്ടുക. 18-ാം നാൾ തിരഞ്ഞെടുപ്പാണ്. CPM അതിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഗിയർ മാറ്റുകയാണോ നാളെ മുതൽ? TV പ്രസാദ്. ഗുഡ് മോർണിംഗ്. ഉറപ്പായും CPIM ആ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ഇടതുമുന്നണിയുടെ ഭാഗമായി ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിൽ നിന്നാണ് നാളെ തുടങ്ങുന്നത്. ആ തുടക്കം അങ്ങ് കണ്ണൂരിൽ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. ഒരു ദിവസം 4 പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും എന്നുള്ളതാണ്. ഈ കനത്ത ചൂടിനെയും വകവയ്ക്കാതെ എന്തായാലും ഊർജ്ജസ്വലമായ പ്രചരണത്തിലേക്ക് ഇടതുമുന്നണി കടക്കുന്നു എന്ന് തന്നെയാണ്. അരുണ് പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ UDF ഇറങ്ങാനൊരു താമസമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക്. അവർ പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ പോലും വാർത്താ മാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു അവരുടെ പേരുകൾ അറിയാത്തവർ ആ മണ്ഡലത്തിൽ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. സീറ്റ് ചർച്ചയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇടതുമുന്നണി പ്രവർത്തകർ നേരിട്ട് വോട്ടർമാരിലേക്ക് പോകുന്ന സമയത്ത് മറുഭാഗത്ത് വാർത്തയിൽ അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ NDAയും കളം പിടിച്ചു തുടങ്ങി. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. കാരണം UDFും NDAയും അതിശക്തമായ വിമർശനങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് LDF കടന്നുപോകുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾക്ക് ഏകോപന ചുമതലയുണ്ട്. ധർമ്മടം മണ്ഡലം വലിയ പ്രതിസന്ധി ഇല്ല എന്നാണ് LDF വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് എവിടെയും പോയി പ്രസംഗിക്കാനും പ്രചരണം നടത്താനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് LDF ചെയ്യുന്നത് എന്നതാണ്. എന്തായാലും ഇത്തവണത്തെ തുറുപ്പുചീട്ട് ക്രൗഡ് പുള്ളർ അത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ പ്രചരണത്തിൽ ഇറങ്ങുന്നതോടെ LDF ക്യാമ്പ് ഒന്നുകൂടി സജീവമാവുകയും ചെയ്യും. അരുൺ, ഉഷാറാണ് TV പ്രസാദ്. നല്ല ചൂടുണ്ട്. ചൂടിനിടയിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമഗ്രമായ കവറേജിലേക്ക് റിപ്പോർട്ടർ TV ഒരുങ്ങുകയാണ്. ജനങ്ങളിലേക്ക്, വോട്ടർമാരിലേക്ക് റിപ്പോർട്ടറും എത്തുന്നു. കൂടുതൽ സർപ്രൈസുകളുണ്ട്. കാത്തിരിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമുക്കൊപ്പം ഇപ്പോൾ ഷാഹദ് റഹ്മാൻ ഉണ്ട്, കോഴിക്കോട് തുടരുന്നു. ഷാഹദ് റഹ്മാൻ, രാഹുൽ ഗാന്ധിയും എത്തുകയാണ്. കോഴിക്കോട് വലിയൊരു റാലിയോട് കൂടിയാണ് രാഹുൽ ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഗിയർ കോൺഗ്രസിന് വേണ്ടി മാറ്റാൻ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചെറിയൊരു വൈകൽ അത് മറികടക്കാൻ വേണ്ടി കുറച്ചുകൂടി വേഗത്തിൽ സ്പീഡ് കൂട്ടി ഇറങ്ങുകയാണ്. സാധാരണ നമ്മൾ പറയും ഈ ആദ്യം നന്നായാണെങ്കിൽ, തുടക്കം നന്നാണെങ്കിൽ ഒരു പാതി വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ 2 ദിവസമായി ഒരൊറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, പല വിസ്മയങ്ങളും കോൺഗ്രസിൽ നിന്ന് വരാനുണ്ടാകുമായിരുന്നത് ഇന്നലെ ഒരൊറ്റ ദിവസത്തെ തന്ത്രപരമായ ഇടപെടലിലൂടെ അവസാനിപ്പിച്ചു. റിയാസ് മുക്കോളിയുടെയൊക്കെ കാര്യം നമുക്കറിയാം, പുറത്തു വരാനിരുന്നവരാണ്. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും ഇപ്പോൾ 2ാം ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ എത്തിച്ച് കോഴിക്കോട്ട് എത്തിച്ച് മഹാറാലിയോടുകൂടി കോൺഗ്രസും ഗിയർ മാറും പോകുന്നു അല്ലേ ഷഹദ്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ഈ ബീച്ചിലാണ് മഹാറാലി സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. രാഹുൽ ഗാന്ധി 25-ാം തീയതിയാണ് കോഴിക്കോട് എത്തിച്ചേരുക. ഇവിടെയായിരിക്കും മഹാറാലി സംഘടിപ്പിക്കുക. മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ അണിനിരക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തു. അത് ഒരു ഘട്ടത്തിൽ കെ സുധാകരനിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കെ സുധാകരനിൽ മാത്രം നിൽക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ഒക്കെ. എന്നാൽ പിന്നീട് അങ്ങോട്ട്, അതായത് കെ സുധാകരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിക്കുകയും സ്ഥാനാർത്ഥി നിർണയത്തിലെ അവ്യക്തതകളൊക്കെ മാറുകയും ചെയ്തതോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നേറാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ 2 ദിവസമായി ഒറ്റക്കെട്ടായിട്ട് മുന്നേറുകയാണ്. നമുക്കറിയാം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ UDF അത് ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത ദിവസം രാഹുൽ ഗാന്ധി കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുന്നത്. അത് മഹാറാലി ആയിട്ടാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഈ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അതായത് പിന്നീടുണ്ടായ ചെറിയ ചെറിയ പൊട്ടിത്തെറികളും ചില ആളുകൾ പുറത്തു കടക്കാനുള്ള ശ്രമവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ UDF അധികാരത്തിൽ വന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന ഫോർമുല സ്വീകരിച്ചുകൊണ്ടാണ് ആ വിഷയങ്ങളെയൊക്കെ തന്നെ രമ്യമായിട്ട് പരിഹരിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ വലിയ ആത്മവിശ്വാസം
വിശ്വാസത്തിലാണ്. ഇത്തവണ ഭരണം പിടിക്കുക എന്ന ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസ് ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തി രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പിലേക്ക് മാറുകയും ഇനി ഏകദേശം 16 ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നുള്ളൂ. ആ 16 ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇടതുപക്ഷമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ആദ്യം തന്നെ കളത്തിലിറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF അല്പം ഒന്ന് താമസിച്ചു. പക്ഷേ ആ താമസമൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ കരുത്തുള്ളവരാണ്, ഒപ്പം തന്നെ ഞങ്ങൾ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് UDF ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധി 25-ന് കോഴിക്കോടെത്തും. ഓക്കെ, ഷഹദ് റഹ്മാനാണ്. കോൺഗ്രസ് വലിയ റാലി സംഘടിപ്പിക്കാൻ പോകുന്നു. ബുധനാഴ്ച കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് റാലി സംഘടിപ്പിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുണ്ട്. സ്ഥാനാർത്ഥികളുടെ തേൻമൊഴി സ്വരങ്ങൾ ഫലവത്താകുമോ? ജയിച്ചാലും തോറ്റാലും അവയെ മാന്യതാ പുരസ്സരം അംഗീകരിക്കുക, വിവാദങ്ങളും വാഗ്വാദങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എന്ന് അനൂപ് പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിന് സമയത്തുണ്ടാകുന്ന വിവാദങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് അനന്തരം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. എല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു പശ്ചാത്തല സജ്ജീകരണം അത്രമാത്രം കരുതിയാൽ മതി. വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടേ? ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദം ഒരു പൊളിറ്റിക്കൽ ഡീലുണ്ട് BJP-യും CPM-ഉം തമ്മിലെന്നാണ്. CPM തിരിച്ചാണ് അത് ആരോപിക്കുന്നത്. BJP-യിലേക്ക് 5 കോൺഗ്രസ് നേതാക്കളാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വയനാട്ടിൽ പുനരുദ്ധാരണത്തിന് രാഹുൽ ഗാന്ധി ഇട്ട തറക്കല്ലവിടെ ഉണ്ടോ എന്നത് പരിശോധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒരു വലിയ ടൗൺഷിപ്പ് വരുന്നതൊക്കെ കണ്ടോളൂ. കോൺഗ്രസ്സുകാർ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞോട്ടെ. പൈസയ്ക്ക് കുറവൊന്നുമില്ലല്ലോ, പൈസ അവരുടെ കയ്യിലുണ്ട്. സമയം അല്പം കൂടി വേണ്ടി വരും, കുറച്ചുകൂടി ക്ഷമ വേണം. പ്രിയപ്പെട്ടവരെ, ഹരിയുണ്ട് നമുക്കൊപ്പം. ഹരി, പ്രധാനമന്ത്രിയെ തന്നെ കളത്തിലിറക്കാനാണ് BJP-യുടെ നീക്കം. താരപ്രചാരകരെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരും. അസാമിൽ പോകണം, പശ്ചിമ ബംഗാളിൽ പോകണം. അമിത്ഷാ തന്നെ കേരളത്തിലേക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് BJP-യുടെ ഒരു നീക്കം? CPM-നോടും UDF-നോടും കളം നിറയേണ്ടതുണ്ട്. ഇക്കുറി ഒരു 4 മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ച് കയറാം എന്നുള്ളതാണ് BJP-യുടെ രഹസ്യമായിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ. അതിൽ അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരത്തും 2 മണ്ഡലങ്ങളുണ്ട്. തലസ്ഥാന നഗരിയിൽ 2 മണ്ഡലങ്ങളെങ്കിലും പിടിച്ചേ മതിയാകൂ. കോർപ്പറേഷൻ പിടിച്ചതിൻ്റെ ഒരു വലിയ സ്ട്രാറ്റജി ഒരു പക്ഷേ കേരളത്തിലുടനീളം പ്രയോഗിക്കേണ്ടി വരും. താരപ്രചാരകരെ ഇറക്കി പ്രചരണം കൊഴിപ്പിക്കാനല്ലേ BJP-യുടെ നീക്കം? ഹരി, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും സംശയം വേണ്ട ആ കാര്യത്തിൽ. കാരണം BJP ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ദേശീയ നേതാക്കളെ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി എത്തി, അമിത്ഷാ എത്തി, വീണ്ടും അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അതിന്റെ താരപ്രചാരകരായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള കിട്ടാവുന്ന എല്ലാ നേതാക്കളെയും കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ BJP. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം 2 തവണ പ്രധാനമന്ത്രി ഈ പ്രചാരണത്തിന് വേണ്ടി കേരളത്തിൽ എത്തും എന്നുള്ളതാണ്. അതിലൊരു തവണ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അമിത്ഷായും എത്തും 2 തവണ, നിതിൻ നബീൻ 3 തവണ, അതായത് ദേശീയ അധ്യക്ഷൻ 3 തവണ എത്തും. ഇതിനോടകം തന്നെ ഈ താരപ്രചാരകരെ ഒപ്പം കൊണ്ടുവരാനുള്ള BJP-യുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ നേതാക്കൾക്കെല്ലാം ഒപ്പം ഓരോ മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇന്നലെ ദേശീയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉണ്ടായി, V മുരളീധരനോടൊപ്പം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉണ്ടായി, മറ്റു പല സ്ഥലങ്ങളിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു, ചില സ്ഥലങ്ങളിൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്. അങ്ങനെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കളെ കൊണ്ടുവന്ന് അവരെ താരപ്രചാരകരാക്കി അവതരിപ്പിക്കുകയാണ് BJP ചെയ്യുന്നത്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ ഇവിടെ പൊതുസമ്മേളനം അടക്കമുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് അതൊരു ആവേശകരമായ രീതിയിലേക്ക് പ്രചാരണം കൊണ്ടുപോകാനാണ് BJP ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിന്റെ തീയതി അന്തിമമായിട്ട് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ 2 തവണ എത്തുമെന്നുള്ളതാണ് ഇതിനോടകം അറിയിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ആ തീയതി തീരുമാനിച്ച് എവിടെയാണ് പരിപാടികൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്താനാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രചാരണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൽ നിന്നും CPI-യിൽ നിന്നും ഒക്കെ നിരവധിയായിട്ടുള്ള നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നായി തങ്ങളുടെ പാർട്ടിയിലേക്ക് വീണ്ടും ആളുകൾ കൂട്ടത്തോടെ എത്തുന്നു, അവർക്ക് തങ്ങൾ സീറ്റുകൾ നൽകുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നു കൂടിയുണ്ട് BJP ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ചില മുറിവുറുപ്പുകളുണ്ട്. പല പ്രമുഖ നേതാക്കൾക്കും സീറ്റുകൾ ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പരിഹരിച്ചു വരികയാണ്. RSS നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് ആ അസ്വാരസ്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹരിയുണ്ട്. അപ്പോൾ താങ്ക് യു ഹരി. BJP പ്രധാനമന്ത്രി ഇറക്കുന്നു, കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇറക്കുന്നു, CPM മുഖ്യമന്ത്രി ഇറക്കുന്നു. അങ്ങനെ പ്രചാരകർ മണ്ഡലത്തിൽ സജീവമാവുകയാണ്. ഇനി വരുന്ന 16 ദിവസം പ്രചരണം കൊഴുക്കും. പലതരത്തിലുള്ള വിവാദങ്ങളും ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. എല്ലാം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ടർ വാർത്താ സംഘം ഓരോ മണ്ഡലങ്ങളിൽ നിന്നും മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകളും പ്രചാരണത്തിന്റെ ചൂടുമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു.